ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് BP മൊയ്തീൻ സേവാ മന്ദിറിൻ്റെ മുമ്പിലാണ്. ഞങ്ങളിവിടെ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്നതാണ്. ഇതാ എൻ്റെ കൂടെ പപ്പേട്ടനുണ്ട്, കാനിക്കയുണ്ട്, കാണുന്നില്ലേ, എല്ലാവരും ഉണ്ട്. പപ്പേട്ടൻ, കാനിക്ക. ഇതാണ് BP മൊയ്തീൻ സേവാ മന്ദിർ. അവിടെയാണ് നമ്മുടെ ഇരുവഴിഞ്ഞിപ്പുഴ, അറിയാലോ എല്ലാവർക്കും. അപ്പോൾ അതാണ് ഇവിടെ എല്ലാവരും ഉണ്ട്. ഓക്കെ, ഹായ് കാനിക്ക, പപ്പേട്ട, പ്രഭു എന്നാണ് പേര് അല്ലേ? അപ്പോൾ എന്താണ് നമ്മളിവിടെ വന്നത്? സിനിമയുടെ സൂക്ഷ്മ കർമ്മമാണ്. ആരാണ് സംവിധായകൻ? സിക്കന്ദർ ദുൽഖർനൈൻ. കേരളത്തിൽ ഇന്ത്യ തന്നെ ഉണ്ടാവില്ല പേര്. അതാണ് ഒരു വെറൈറ്റി പേരുള്ള ആളാണ് സിക്കന്ദർ ദുൽഖർനൈൻ. സാറിന്റെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഐഷ വെഡ് ഷമീർ എന്ന് പറഞ്ഞ സിനിമയാണ്. അതാ അലി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു വേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആർട്ടിസ്റ്റുകളാണ്. സർക്കാർ, കാനിക്ക, നമ്മുടെ പപ്പേട്ടൻ, അങ്ങനെ കുറേ പേര് ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ പൂജയുടെ വിശേഷമായി വീണ്ടും വരാം. ഓക്കെ, നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നിവിടെ പറഞ്ഞാൽ സിക്കന്ദർ ദുൽഖർനൈൻ്റെ പുതിയ പടത്തിൻ്റെ ഒരു പൂജയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് അദ്ദേഹമായിട്ട് അടുത്ത പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ അലി എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നു മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് അദ്ദേഹമായിട്ടുള്ള ബന്ധം. അദ്ദേഹത്തിൻ്റെ ഈ സിനിമയും ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ഒരു എഴുത്തുകാരനും സംവിധായകനും ഒക്കെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ പ്രോജക്റ്റിൽ എനിക്കും ഉൾപ്പെടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുകയാണ്. ഇപ്പോൾ പപ്പേട്ടൻ്റെ ഇനി ഇറങ്ങാനുള്ള പടങ്ങളൊക്കെ ഇറങ്ങാനുള്ള പടം ഈ അടുത്ത മാസം ജൂലൈയിൽ ഇറങ്ങാൻ പോകുന്ന പടം പുതിയ നിറം, അതിനുശേഷം കേരളപ്പട, പിന്നെ രാഷ്ട്ര, അങ്ങനെ തുടങ്ങി 3-4 പടങ്ങൾ ഈ വർഷം തന്നെ റിലീസിങ്ങിനായിട്ടുണ്ട്. അപ്പം പപ്പേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പപ്പേട്ടൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി റിട്ടയർഡ് ചെയ്തതാണ്. അതെ അതെ. മണിയൂരാണ് വീട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ 10-30 വർഷമായിട്ട് നല്ലൊരു ആർട്ടിസ്റ്റ് കൂടെയാണ്. അപ്പോൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നാടകത്തിലും നാടകം കൈവിടാതെ സൂക്ഷിക്കുകയാണ്. അതെ, നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പേട്ടൻ്റെ സിനിമകളൊക്കെ നിങ്ങൾ പോയി കാണാം. അടുത്ത മാസം ഈ മാസം റിലീസാവുന്ന സിനിമ പുതിയ നിറം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ കീർത്തി തിയേറ്ററിലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഞാനും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനുണ്ട്, നമ്മുടെ പയ്യോളിയുള്ള ഏകദേശം കുറേ കലാകാരന്മാരുണ്ട്, പേരാമ്പ്രയുള്ള കലാകാരന്മാരുണ്ട്. അപ്പോൾ അതെ, എല്ലാവരും വിജയിപ്പിച്ചു തരണം. സുനി ശേഖർ സാറാണ് അതിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ തന്നെ കേരളപ്പട എന്ന് പറഞ്ഞ സിനിമയും വേറെ 2 പടം കൂടെ ഇറങ്ങാനുണ്ട്. അപ്പോൾ പപ്പേട്ടനെ എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുക. ഓക്കെ, എന്താ പേര്? ഞാനൊരു ഭാഷക പറഞ്ഞ തന്നെ സിക്കന്ദറിൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ ടെലിഫിലിമൊക്കെ എല്ലാ ടെലിഫിലിമിലും ഞാൻ ഉണ്ടായിരുന്നു. സിനിമയിലും അലി സിനിമയിൽ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കഴിവുള്ള ഡയറക്ടറാണ്. ഡയറക്ടർ മാത്രമല്ല, നല്ലൊരു എഴുത്തുകാരനും കൂടിയാണ്. അപ്പോൾ ഈ സിനിമയും നല്ല വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഈ സിനിമയിൽ അടിച്ചു പൊളിക്കാം. പിന്നെ ഈ സിനിമ വമ്പൻ ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടതിൽ സന്തോഷം. നമുക്ക് പൂജാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് BP മൊയ്തീൻ, എന്താ പറയുക അല്ലേ, സേവാ മന്ദിർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ്. നമുക്കറിയാം കാഞ്ചനമാല എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. കാഞ്ചനമാല മാഡത്തിനെ കണ്ടിട്ടുണ്ട്, അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് പറയാമോ കാനിക്ക? സിനിമയുടെ സൂക്ഷ്മ കർമ്മമാണ്. സിക്കന്ദർ ദുൽഖർനൈൻ ചെയ്യുന്ന 3ാമത്തെ സിനിമ. സിനിമയുടെ പേര് കുറച്ച് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യുകയുള്ളൂ. നേരത്തെ ഒന്ന് അലി എന്ന് പറഞ്ഞ ചെയ്തു, പിന്നെ ഐഷ വെഡ് ഷമീർ ചെയ്തു. 2ലും ഞാനുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അലിയുടെ പ്രധാന കഥാപാത്രമായിരുന്നു. ഐഷ വെഡ് ഷമീറിൽ ചെറിയൊരു വേഷം. ഇനിയിപ്പോൾ ഈ ചിത്രത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒരു സന്തോഷം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തിക്കുന്നു. ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്. 10-30 വർഷമായി നാടകത്തിലുണ്ട്. അപ്പോൾ ഒരു നല്ല കലാകാരനാണ്. നമ്മുടെ പയ്യോളിയുടെ, എന്താ പറയുക, മണിയൂരിൻ്റെ ഒക്കെ അഭിമാനമാണ് കാനിക്കാൻ പപ്പേട്ടനും. ഓക്കെ, എന്താ പേര്? എൻ്റെ പേര് ഹർഷലാണ്. അബ്ഷർ, ഹർഷൽ എന്നാണ്. നമസ്കാരം, എന്താ പേര്? എൻ്റെ പേര് ഹർഷൽ എന്നാണ്.
എന്താണ് ഇവിടെ ഇപ്പോൾ? ഞാൻ ഇവിടെ സിക്കന്ദറിൻ്റെ വീട്ടിൽ തന്നെയാണ്, റിലേറ്റീവാണ്. ആർട്ടിസ്റ്റാണോ? ആർട്ടിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ സിക്കന്ദർ ആദ്യകാലത്തൊക്കെ ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെയാണ് അവൻ്റെ കഥാപാത്രങ്ങൾ. ആദ്യമായിട്ട് ഒരു ചിത്രം എടുത്ത് എന്താ പറയുക, നാടുവായി എന്ന് പറഞ്ഞ ഹോം സിനിമ, അതിൽ വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ലോട്ടറി എന്നൊരു സിനിമ എടുത്ത് അതിലും വില്ലൻ കഥാപാത്രമാണ്. എന്നും നല്ലൊരു അഭിനേതാവാണ്. നല്ല കൊള്ളാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വില്ലനും. സിക്കുഖാന്റെ ആയിഷ ഷമീറിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ല വേഷമാണ്, ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ അതൊരു വെറൈറ്റി കഥയായിരുന്നു. അത് കോവിഡ് കാലത്തായതുകൊണ്ട് യൂട്യൂബിൽ അങ്ങോട്ട് ഒതുങ്ങിപ്പോയിന്നേ ഉള്ളൂ. പക്ഷെ അത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു കഥയായിരുന്നു അല്ലേ? നല്ലൊരു ചിത്രമാണ്. അതിപ്പോൾ യൂട്യൂബിലുണ്ട്, ഞാൻ ഇടയ്ക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം സിക്കുഖാന്റെ വലങ്കയ്യാണ്, അനിയനാണ്. അപ്പം നല്ല കഴിവുള്ള ഡയറക്ടറാണ്, കാരണം കഥയും എഴുതും. അപ്പം ഈ ഒരു പടവും കൂടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ ഇറക്കി നല്ല വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ അല്ലേ? തീർച്ചയായും നിങ്ങളൊക്കെ അവന് നല്ല ടാലൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷവും. കാരണം എന്ന് വെച്ചാൽ നമ്മളല്ലല്ലോ പറയുന്നത്, ഒരു അവൻ്റെ ചിത്രങ്ങളിലൂടെ കടന്നു വന്നവർ, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അവന് സ്കില്ലുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ അതിൽ ഡോക്ടർ എന്ന കഥാപാത്രം ചെയ്തു എന്ന് പറഞ്ഞു, ഞാൻ സിനിമ കണ്ട, പക്ഷേ മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ആളെ മനസ്സിലായി. എന്താണ് നിങ്ങളുടെ പേര്? സുജല ചെത്തിൽ എന്നാണ് എൻ്റെ പേര്. ഞാൻ പയ്യോളി നഗരസഭ കൗൺസിലറാണ്. ചെറിയൊരു കലാകാരി കൂടിയാണ്. ചെറിയൊരു കലാകാരി ഒന്നല്ല, വലിയ കലാകാരിയാണ്. നിങ്ങളെ ഒരു ഇൻ്റർവ്യൂ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ നല്ല സ്കില്ലുള്ള ആളാണ്. ഈ അടുത്ത അവൻ്റെ ഈ സംരംഭത്തിൽ നല്ലൊരു മികച്ച കഥ. സിക്കന്ദർ സാറ് സംവിധാനം ചെയ്യുന്ന EM എന്ന് പറഞ്ഞ സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മത്തിനാണ് ഇന്ന് ഞങ്ങൾ വന്നത്. അപ്പോൾ പുതിയ സിനിമ ഉടൻ തന്നെ ഉണ്ടാവും. സുജലേച്ചിക്ക് നല്ലൊരു വേഷമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. ഓക്കേ.